പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആഴം തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇന്ന് ഒരുക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തെ നമ്മൾ കാണാനിടവന്നു. വിശ്വസ്തതയുള്ള ഒരു കുടുംബം, ഇയ്യോബിന്റെ ഭവനം, 10 മക്കളെയും കുടുംബവും വളരെ സ്നേഹത്തോടുകൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ഒന്നിച്ച് ദൈവത്തോട് കൂടെ വിശ്വസ്തയോടെ ഇരിക്കുന്ന കുടുംബം, കുഞ്ഞുങ്ങളും ചേർന്ന് എന്തെങ്കിലും ജീവിതത്തിൽ കുഴപ്പമോ പാവോ വരാതിരിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി യാഗവും കഴിച്ചു പ്രാർത്ഥിക്കുന്ന വിശ്വസ്തതയുള്ള ഒരപ്പനെ നമുക്ക് കാണാൻ കഴിയും. അപ്പന്റെ പേര് ഇയ്യോബ് എന്നാണെങ്കിലും ഇയ്യോബിന്റെ ജീവിതം കണ്ട് പിശാച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ഇയ്യോബിനെതിരെ ദൈവത്തോട് പറയാൻ പിശാച് തുടങ്ങി. ഇയ്യോബിനെതിരെ പറഞ്ഞത്, അവൻ വിശ്വസ്തനാണ്, നീ അവനെ സംരക്ഷിക്കുന്നുണ്ട്, നീ എപ്പോൾ അവന്റെ മേലിൽ നിന്ന് സംരക്ഷണം എടുത്തു മാറ്റിയോ അപ്പോൾ മുതൽ അവൻ നിന്നെ തള്ളിപ്പറയും. എന്നാൽ ദൈവസന്നിധിയിൽ പിശാച് കടന്നു വന്ന് ഇയ്യോബിനെ തകർക്കാൻ നോക്കിയെങ്കിലും ഇയ്യോബിന്റെ 10 മക്കളും വസ്തുവകകളെല്ലാം നശിച്ചപ്പോഴും ഇയ്യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തി. 2-ാം അധ്യായവും വീണ്ടും ഇയ്യോബിന്റെ അടുക്കൽ ചെന്നു. ഇയ്യോബിന്റെ ശരീരത്തിന് ദൈവം സംരക്ഷണം കൊടുത്തിരുന്നു. ആ സംരക്ഷണം പിൻവലിക്കാൻ വേണ്ടിയാ പോയത്. അതും പിശാച് നേടിയെടുത്തു. എന്നിട്ട് ഇയ്യോബിന്റെ ശരീരം മുഴുവൻ വ്രണമായി വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. കൂട്ടുകാരും ഭാര്യയെല്ലാം എതിർത്തു. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണാം, സ്വന്തം ജീവനെ ശപിക്കുന്ന ഇയ്യോബിനെ കാണാൻ കഴിയും. ശരീരം മുഴുവൻ വ്രണം വന്നു, വേദന കൊണ്ട് പുളയുന്നു. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്, എന്നെ എന്തിനാ ദൈവമേ ഈ ഭൂമിയിലേക്ക് വിട്ടത് എന്ന് പറഞ്ഞ് ശപിക്കുന്ന, തന്നെ തന്നെ പഴിക്കുന്ന ഇയ്യോബിനെ കാണാൻ കഴിയും. അതിന്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ എങ്ങനെ ഭയപ്പെട്ടതുപോലെ എനിക്ക് ഭവിച്ചു, ഞാൻ എങ്ങനെ ചിന്തിച്ചോ ആ ചിന്തിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഭയപ്പെടുവാനോ ചിന്തിക്കുവാനോ പാടില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. ശരീരത്തിൽ ഒരു വേദനയോ രോഗമോ വരുമ്പോൾ ഇതെന്തോ മാരക രോഗമാണ്, ഇതെന്തോ എനിക്കൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ ആരും കരുതണ്ട. പൗലോസ് എന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ശൂലം അഹങ്കരിക്കാതിരിക്കേണ്ടതിനാ വന്നത്. ഇവിടെ വിശ്വസ്തനായ, ദൈവഭക്തനായ, നീതിമാനായ, നിഷ്കളങ്കനായ, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഇയ്യോബിനെ തള്ളിപ്പറയിപ്പിക്കാൻ പിശാച് നോക്കിയെങ്കിൽ പത്രോസ് 3.5 വർഷക്കാലം കൂടെ നടന്നിട്ടും ഒരു സ്ത്രീയുടെ മുമ്പിൽ ഞാൻ അവനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞെങ്കിൽ ഇവിടെ ദൈവത്തെ തള്ളിപ്പറയാൻ ഇയ്യോബ് തയ്യാറായില്ല. ഇയ്യോബ് എന്തിനാ ഭൂമിയിലേക്ക് എന്നെ നീ അയച്ചത് എന്ന് മാത്രം ചോദിച്ച് ദൈവസന്നിധി തന്നെ അവന്റെ ജീവിതത്തെക്കുറിച്ച് അവൻ പഴിക്കുക ചെയ്തുള്ളൂ. ഒരിക്കലും എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിൽ ഈ വിഷമത വന്നതെന്ന് ഇയ്യോബിന് അന്നേരം മനസ്സിലായില്ല. എല്ലാവരും അവനെ തള്ളിപ്പറഞ്ഞപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും നന്മ തന്ന ദൈവം തന്നെ എനിക്ക് തിന്മ തന്നെങ്കിലും അത് ഞാൻ സഹിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ഇയ്യോബിനെ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ ചിലപ്പോൾ താഴ്ചകളും ഉയർച്ചകളും കടന്നു വരും. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ നമ്മുടെ കൈനിറയെ പണമോ, നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര സന്തോഷമോ, കുടുംബത്തിൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചൊന്നും വരികയില്ല. ചിലപ്പം തകർച്ചയുണ്ടാകാം,
ചിലപ്പം പരാജയമുണ്ടാകാം. എന്നാൽ ഞാൻ പറയാം, വിശ്വസ്തയോടെ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ താൽക്കാലിക പരാജയം എപ്പോഴും അത് വിജയത്തിന്റെ ഒരു വാതിൽ നമുക്കായി ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, സാത്താന്റെ പള്ളിക്കാരെ നീ തിരിച്ചറിയാൻ നിനക്കൊരു വരം തന്നിട്ടില്ലേ? കണ്ടോ, കപട മനുഷ്യനെ നീ മനസ്സിലാക്കാൻ നിനക്ക് കഴിവ് തന്നില്ലേ ദൈവം? ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ സഹിക്കുവാനും വഹിക്കാനും ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് വരം തരുന്നെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ നമ്മളെ തന്നെ പഴിക്കരുത്. നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞോണം. എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറഞ്ഞോണം. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. നമ്മെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും, എത്ര വർണ്ണിച്ചാലും, എത്ര സ്തുതിച്ചാലും, എത്ര ആരാധിച്ചാലും മതി വരില്ല. നമ്മൾ പാടിയല്ലേ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. യോബിന്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ മുന്നിൽ ആത്മീയ തലത്തിൽ അവൻ ജയിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇതേപോലെ ജയിക്കാൻ കഴിയണം. നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഒരു വിശ്വസ്ത മനുഷ്യനായി, ഒരു ദൈവ പൈതലായി ജീവിക്കത്തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തണം. ഈ വിശ്വസ്തത എന്നും അങ്ങയുടെ കൂടെ ആയിരിക്കാനായി ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.